ഈ ഗവൺമെൻറ് കയറിയിട്ട് മനുഷ്യന് ഒരു സ്വസ്ഥതയില്ലാന്ന് വേണം പറയാനായിട്ട്. ഗവൺമെൻറ് ഭരിച്ച് ഇപ്പോൾ കേരളം കൂടി കൊണ്ടുപോകും ആൾക്കാർ. ആ മാതിരത്തെ അവസ്ഥയായി. ഏതായാലും കുറച്ച് പറയണമെന്നുണ്ടായി. നിങ്ങളായിട്ടത് പറയാൻ എനിക്കൊരു അവസരം തന്നതിൽ നന്ദി. പെൻഷൻ നമ്മളെ മന്ത്രി കൊടുക്കാന്ന് പറഞ്ഞു, തരൂലെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. സർക്കാർ കടത്തി മുങ്ങി കിടക്കുമല്ലോ, അതുകൊണ്ട് ഞങ്ങളെ അങ്ങനെ തന്നെ പറ്റിച്ചിട്ടേക്കുമല്ലോ. മുഖ്യമന്ത്രിക്കൊക്കെ ആർപ്പാടുമായിട്ട് ദേശപരിവർത്തനം നടത്താനും അതിനൊക്കെ അവർക്ക് കാശുണ്ട്. സർക്കാർ കണ്ണു തുറക്കാതെ ഒന്നും ഈ കേരളത്തിൽ ദാരിദ്ര്യം ഒരിക്കലും തീരൂല. എന്ത് വിഷു ചേച്ചിമാരെ, വിഷു എങ്ങനെയുണ്ട് മൊത്തത്തിൽ? വിഷു ഒരടിപൊളിയല്ല മോനെ. ഗവൺമെൻറ് ഉള്ള പെൻഷനും ഇല്ല, ഒന്നുമില്ല. പാവപ്പെട്ടവർക്ക് ജീവിക്കാനും പറ്റാത്ത അവസ്ഥയായി. വേലക്കയറ്റം എല്ലാം. എന്ത് വിഷു? ഞങ്ങളെ പോലുള്ളവർക്ക് ഒന്നും അവിടെ ഒരു വാർദ്ധക്യ പെൻഷൻ കിട്ടണതായിരിക്കും. ഇതുവരെ 6-7 മാസത്തെ പൈസ കിടപ്പുണ്ട് തരാം. പിന്നെ എന്ത് വിഷു? പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇത്തിരിശൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ടൊക്കെ വിഷു ഘോഷിക്കണത്. ഈ ഗവൺമെൻറ് കയറിയിട്ട് മനുഷ്യന് ഒരു സ്വസ്ഥതയില്ലാന്ന് വേണം പറയാനായിട്ട്. സാധനങ്ങളൊക്കെ കിട്ടാനുണ്ടോ സപ്ലൈകോലൊക്കെ? എവിടെ നിന്ന് കിട്ടണേ? സാധനങ്ങളൊന്നുമില്ല, എല്ലാം പുറത്തുനിന്ന് ബ്ലാക്കിലാണ് ഞങ്ങളൊക്കെ വാങ്ങിക്കണത്. ഒരു മരുന്ന് മേടിക്കാൻ പോലും പൈസ കിട്ടാത്ത അവസ്ഥയാണ്. എനിക്കൊരു മാസം 3000 രൂപ വേണം ഒരു മരുന്ന്. എനിക്ക് തലയ്ക്ക് ഓപ്പറേഷനാണ്. മെയ് 5-ാം തീയതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 1 ലക്ഷം രൂപ വേണം. ഇന്ന് BJPയുടെ ഒരു കാർഡ് ഉണ്ടായിരുന്നു, ആരോഗ്യവകുപ്പിൻ്റെ കാർഡ്. ആ കാർഡ് പുതുക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ അവരുടെ മെയിൻ ഓഫീസിൽ പോയി. ഇന്നലെ 7 ദിവസവും ഞാൻ വെയിലും കൊണ്ട് നടക്കണം. എനിക്ക് വയസ്സ് 70ആയി. അതൊന്ന് പുതുക്കി തരാൻ പറഞ്ഞിട്ട് പോലും അവർക്ക് അത് പുതുക്കാൻ പറ്റൂല, ഇത് നടക്കൂല എന്നാണ് പറയണത് അവർ. 1 ലക്ഷം രൂപ കിട്ടണമെങ്കിൽ ഞാനിപ്പോൾ ഇവിടങ്ങളിലുള്ള പള്ളികളിലെല്ലാം കയറി ഇറങ്ങി എനിക്ക് 10 രൂപയോളം എനിക്ക് എല്ലാവരും എന്നെ സഹായിച്ചു. ഇനിയും വേണം എനിക്ക് പൈസ. 5-ാം തീയതി മെയ് 2-ാം തീയതി എനിക്ക് അഡ്മിറ്റ് ആവണം. ഓപ്പൺ ചെയ്ത് വേണം എൻ്റെ തല ഓപ്പറേഷൻ ചെയ്യാൻ. 2 എണ്ണം മൂക്കി കൂടെ എടുത്ത് 3-ാമത്തെ ഇത് ചെയ്യാനുള്ള അവസ്ഥ ഇല്ലാഞ്ഞിട്ട് വിഷമിച്ച് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. എന്തെങ്കിലും ഒരു സഹായം നമുക്ക് കിട്ടണമെങ്കിൽ മുസ്ലിം പള്ളിയിലോ ക്രിസ്ത്യൻ പള്ളിയിലോ പോയാലേ തരുള്ളൂ. നമ്മുടെ ഹിന്ദുക്കൾ ഒരാളും ഒരു സഹായങ്ങളും ചെയ്യില്ല എന്നുള്ളതാണ് ഞാൻ പറയണത്. എൻ്റെ കാര്യം തുറന്ന് ഞാൻ പറയണത്. അങ്ങനത്തെ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ്. ഞാനിപ്പോൾ പോയിടത്തോളം എനിക്ക് ഈ 10 രൂപ സഹായിച്ചത് മുസ്ലിം പള്ളിയിൽ നിന്നും ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നും എനിക്ക് സഹായങ്ങൾ ചെയ്തത്. ആ നേരത്തെ ഒരു സർട്ടിഫിക്കറ്റ് ഒന്ന് എഴുതി തരാൻ പറഞ്ഞപ്പോൾ ഒരു ദേവാലയങ്ങൾ ചെയ്താൽ നമുക്ക് ചെയ്ത് തരില്ല. അങ്ങനത്തെ ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഭരിക്കണതും. ഗവൺമെൻറ് ഭരിച്ച് ഇപ്പോൾ കേരളം കൂടി കൊണ്ടുപോകും ആൾക്കാർ. ആ മാതിരത്തെ അവസ്ഥയായി. പെൻഷൻ കിട്ടിയിട്ട് 5 മാസമായി. പെൻഷൻ കിട്ടിയിട്ട് 5 മാസമായി. ഈ 1500 രൂപ 2000 രൂപ മരുന്ന് മേടിക്കേണ്ട ഞാൻ പെൻഷൻ കിട്ടാണ്ട് എവിടെ നിന്ന്? എനിക്ക് ഒരു ആൺകുട്ടികളില്ല, ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. എൻ്റെ മകൾ കോഴിക്കോട് കൊണ്ടുപോയൊക്കെ. ഇനിയിപ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ നാട്ടിൽ വന്ന് ഓരോ സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങി. ചിലവർ വിചാരിക്കും നമ്മൾ കള്ളത്തരം പറഞ്ഞ് ചെല്ലാണെന്ന് വിചാരിക്കും. എന്നുവെച്ചാൽ പലതും അങ്ങനെ നടക്കുന്നുണ്ട്. കളവ് പറഞ്ഞ് പലരും സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊണ്ടുപോയൊക്കെ മേടിക്കുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ ചെയ്യുന്നവർക്ക് ചെല്ലുന്നവർക്ക് കിട്ടാനും ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഈഡൻ സാറിൻ്റെ അടുത്ത് ഞാൻ പോയി. എനിക്ക് സാറ് 2 സ്ഥലത്തേക്ക് സഹായത്തിന് എഴുതി തന്ന് സഹായത്തിന് വേണ്ടി ഇതും ചെയ്തു തന്ന് എനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എനിക്ക് അവിടെ നിന്നുള്ള ചെക്ക് ആസ്പത്രിയിൽ അഡ്മിറ്റ് ആവുമ്പോൾ അവിടെ വരും എനിക്ക്. അപ്പം അങ്ങനത്തെ അവസ്ഥയിലാണ് ഇന്നത്തെ കേരളം പോണത്. ഈ മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് എന്ത് കിട്ടണ്? ആർക്കെന്ത് കിട്ടണ്? ഒന്നും കിട്ടണില്ല. അവർക്ക് അവരുടെ പോക്കറ്റ് നിറയ്ക്കാം, അല്ലാണ്ട് വേറെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യണില്ല അവർ. എനിക്കൊരു ചാൻസ് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ പല സ്ഥലത്തും ഞാൻ നോക്കി, അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പല സ്ഥലത്തും ഞാൻ നോക്കി നടക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ട് എൻ്റെ സത്യാവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. തൊഴിലുറപ്പിൽ ചെയ്തങ്ങനെയുള്ളു കഴിയാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ ഈ പെൻഷൻ കാശ് പോലും കിട്ടുന്നില്ല. വിധവാ പെൻഷനില്ല. ഭർത്താവ് മരിച്ചു പോയി, വിധവാ പെൻഷനില്ല, ഒന്നുമില്ല. 5 മാസം 6 മാസമായി പെൻഷൻ കിട്ടിയിട്ട്. പിന്നെ എന്തെന്ന് തന്നെ ഇവര് കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷന് ജയിച്ചാൽ ഞങ്ങൾ 3000 തരാം പെൻഷൻ, മറ്റവർ 2500 രൂപ തരാന്നാണ്. ഇപ്പം 3000 ഇല്ല, 2500 ഇല്ല, ഒന്നുമില്ല. ഇപ്പം പറഞ്ഞു വന്ന ചുരുക്കി പറഞ്ഞാൽ അത്രേ പറയാനുള്ളൂ. ഏതായാലും കുറച്ച് പറയണമെന്നുണ്ടായി. നിങ്ങളായിട്ടത് പറയാൻ എനിക്കൊരു അവസരം തന്നതിൽ നന്ദി. വിഷു എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പഴയ വെച്ച് നമുക്ക് ആരുമില്ല. ഈ മാർക്കറ്റിലില്ല. ചൂട് മാത്രമല്ല, ആൾക്ക് ദാനം വേണ്ട. എല്ലാവർക്കും എല്ലാവരുടെയും വീടിന് മുമ്പിൽ കിട്ടും. പെൻഷനൊക്കെ മേടിക്കുന്നുണ്ടോ? പെൻഷൻ തുച്ഛമായ പെൻഷനിലേ ഉള്ളൂ.
അത് കിട്ടുന്നുണ്ടോ കൃത്യമായിട്ട്? കൃത്യമൊന്നുമില്ല. ഇപ്പം 7 മാസം കഴിക്കുമ്പോൾ 3 മാസം കൊണ്ട് തന്നു. 3 മാസം കൊണ്ട് തന്നല്ലേ, കിട്ടിയല്ലേ? വിഷുവിന് മുമ്പ് കിട്ടി? 2 മാസം ഇന്നലെ കിട്ടി. കിട്ടി. അപ്പോൾ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ മേടിക്കുന്ന എവിടെ നിന്നാണ്? സപ്ലൈക്ക് എന്നൊക്കെ മേടിക്കാറുണ്ടോ? ഇല്ല, സപ്ലൈക്ക് പോയി മേടിക്കും. ഞങ്ങളുടെ മെമ്പേഴ്സ് ആരും ഇല്ലാത്തതുകൊണ്ട് 2 പേരുള്ളതുകൊണ്ട് സാധനങ്ങളൊക്കെ ഉണ്ടോ അവിടെ? ഉണ്ട്. കുറവാണ്. ഞാൻ പോകാറൊന്നുമില്ല. അവിടെ വരെ പോയി ക്യൂന്ന് മേടിക്കുന്നതിന് പുറത്ത് 10 രൂപ കൂടുതൽ കൊടുത്താൽ മേടിക്കും. 10 രൂപ കൂട്ടി കൊടുത്താൽ മേടിക്കണം. ഇത് അവർ പറയുന്നതാണ് നമ്മൾ മേടിച്ചുകൊണ്ട് വരണം. അവർ പറയുന്നത് ഇപ്പം നമ്മൾ 4 ഐറ്റം ചെന്നു, 2 ഐറ്റം കിട്ടിയിട്ട് പറയും 2 എണ്ണം ഇല്ല, പിന്നെ തരാം. ഈ മെഡിക്കൽ സ്റ്റോറിലെ ഭാഗം അതാണ്. അങ്ങോട്ട് അങ്ങോട്ട് പോകാറില്ല അല്ലേ? സാധനങ്ങളില്ല, ചോദിക്കുന്ന സാധനങ്ങളില്ല, ഉണ്ടാവില്ല. പിന്നെ സബ്സിഡി ഇല്ലാത്ത സാധനം മേടിക്കാനാണെങ്കിൽ അവർക്ക് വിൽക്കാൻ തയ്യാറാണ്. സബ്സിഡി ഉള്ളത് അവർക്ക് വിൽക്കാൻ അവർക്ക് ലാഭം കിട്ടില്ല. എടുക്കാനും കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഉള്ളതുകൊണ്ടൊക്കെ ഇവിടെ മാർക്കറ്റിൽ പഴയ വെച്ച് ഒരു മനുഷ്യനില്ല. പണ്ടൊക്കെ വിഷു കച്ചവടം, ഓണക്കച്ചവടം എന്ന് പറഞ്ഞാൽ നിന്ന് തിരിയാൻ സമയം ഉണ്ടാവില്ല. ചില്ലറ കച്ചവടമായിട്ടും ഹോൾസെയിലായിട്ടും രാത്രി 12 മണിയായാലും പണി തീരുമില്ല ഇവിടെ. ഇതൊരു മനുഷ്യനില്ല ഇവിടെ. ഇത് കീപ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇടപാടുകൾ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും. ആരുമില്ല. പിന്നെ ഇങ്ങനെ കുറച്ച് നാളും കൂടി ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ല. ഗവൺമെൻറ് ഇടപാട് കഴിയും. ഓൺലൈൻ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടായിരിക്കും. ഓൺലൈൻ കാര്യങ്ങളുണ്ട്, അല്ലാതെ ആൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പെൻഷൻ നമ്മളെ മന്ത്രി കൊടുക്കാന്ന് പറഞ്ഞ് തരൂലെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. പെൻഷൻ ഇപ്പോൾ ഓൾറെഡി ചിലവർക്കൊക്കെ എല്ലാവരും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ മാസവും എല്ലാവർക്കും കൊടുക്കാമെന്ന് ഞങ്ങളുടെ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ട് അത് തീർത്ത് കൊടുക്കും തന്നെയല്ലേ? കൊടുക്കും, തീർത്തും കൊടുക്കും. അപ്പോൾ ഈ കേൾക്കുന്ന പരാതികളൊക്കെ മാറിക്കോളും അല്ലേ? എല്ലാവരും പരാതി മാറും. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ഭരണത്തിൽ ചേട്ടൻ ഈ ഭരണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ അടുത്ത വേറെ ആരെങ്കിലും ഭരണത്തിൽ വന്നാലും ഇതൊക്കെ തന്നെ സംഭവിക്കുമ്പോൾ അപ്പൊ അവരെ ചീത്ത പറയും. അപ്പൊ അവര് പറയും ഈ നേരത്തെ ഉണ്ടായ ഭരണം തന്നെ നല്ലതെന്ന് പറയും. അപ്പോൾ ചിലർ ഈ 2ാം വട്ടം കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചിലർ പറഞ്ഞു. അപ്പോൾ അവരോടുള്ള മറുപടി എന്താ? 2ാം വട്ടം ഭരണം കൊടുക്കാനേ പാടില്ലായിരുന്നു, അതാണ് പറ്റിപ്പോയതെന്നൊക്കെ ചിലരിങ്ങനെ പറയുന്നു. അപ്പോൾ അവരോടൊക്കെ ഉള്ള മറുപടി എന്തായിരിക്കും? അത് പൊതുവെ എല്ലാവർക്കും അങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് ഒരു ഇതുണ്ടാവും. ഇപ്പൊ നമ്മുടെ മന്ത്രി മരിക്കുമ്പോൾ അതിൽ തന്നെ അടുത്തോളം വേറെ മന്ത്രി മരിക്കുമ്പോ കുറച്ച് നീ പറയും. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായം, പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത ആളാണ്. ആരെങ്കിലൊക്കെ ഭരിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ശരിയാണ്. അപ്പോൾ എല്ലാം ചെയ്യുന്നത് ഇവിടെ ഇപ്പൊ ആര് ഭരണത്തിൽ വന്നാലും ഇതേമാതിരി അല്ലാതെ വേറെ ജീവിതം ഭരിക്കാൻ പറ്റൂല. കാരണം കച്ചവടക്കാർക്ക് പറ്റിയൊരു സാഹചര്യം ഉണ്ട് ഇവിടെ. 2020 ഒരു താല്പര്യമുണ്ട്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഒരു നിലവിലെ രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ 2020 പ്രവർത്തനങ്ങളോടൊരു ചെറിയൊരു ചായ്വ് മാത്രമേ ഉള്ളൂ. അവരിൽ എന്തൊക്കെയാണ് നല്ലത് കണ്ടിരിക്കുന്നത്? നല്ലത് കണ്ടെന്ന് പറഞ്ഞാൽ നിലവിലെല്ലാം നല്ല തന്നെയാണ്, കുറവെന്ന് പറയാനൊന്നുമില്ല. കിഴക്കമ്പലത്തൊക്കെ പോയിട്ടുണ്ട്. അവിടെ എങ്ങനെയാ കണ്ടിട്ട്? കുഴപ്പമില്ല, നല്ല വികസനം. അതുകൊണ്ടുള്ള ഒരു ചായ്വ് മാത്രമേ ഉള്ളൂ. ചായവുണ്ട്. ഇനി കൂടുതൽ അറിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചാടി നോക്കാമല്ലോ. ഒരു പരീക്ഷണമല്ലേ? എനിക്ക് അഭിപ്രായത്രേ ഉള്ളൂ. ഓക്കെ ഏട്ടാ, ഓക്കെ. ശരി. അപ്പോൾ ശരി. എന്താ പേര്? ലീല. എവിടെ വീട്? പിഴല. പിഴല. അപ്പോൾ വിഷുവൊക്കെ എങ്ങനെയുണ്ട്? പെൻഷനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടിയോന്നൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങളിങ്ങനെ. ആണല്ലേ? വീട്ടുപണിക്ക്. വന്നാണ്. ഓക്കെ. ഇനിയിപ്പോൾ എന്തെങ്കിലും പെൻഷൻ കിട്ടാൻ പെൻഡിങ് ഉണ്ടോ? പിന്നെ മറ്റേ പെൻഷൻ കിട്ടിയിട്ടില്ല. ഏതാണ്? ക്ഷേമനിധിയുടെ കിട്ടിയിട്ടില്ല. 60 ദിവസം കഴിയുമ്പോൾ കിട്ടണതാണ്. എനിക്ക് 72 വയസ്സായി, ഇപ്പോഴും കിട്ടിയിട്ടില്ല. അത് ആലുവായെന്ന് പറയണ്ടായി, പോയിട്ടില്ല. ക്ഷേമനിധിയുടെ അപേക്ഷിച്ചിട്ട് ഇതൊക്കെ തന്നു. ഇതുവരെ അവിടെ പൈസ ഇല്ലെന്ന് പറയണം. പൈസ ഇല്ലെന്നാ അല്ലേ? ഇപ്പം എത്ര മാസമായി അതാ കിട്ടാതിരുന്നിട്ട്? അതല്ല, അങ്ങനെ മാസം കിട്ടൂല, അത് ലാസ്റ്റ് കിട്ടുള്ളൂ. ക്ഷേമനിധി 60 ദിവസം നമുക്ക് കിട്ടും. 60 ദിവസം കിട്ടും. അപ്പോൾ ഇതുവരെ കിട്ടിയിട്ടില്ല. അതവര് ശരിയാക്കാത്തതാണോ അധികാരികൾ? എല്ലാം അവിടെ പോയി അവിടെ നിന്ന് ഒരു കടലാസ് തന്നിട്ടുണ്ട്. അത് കൊടുത്താൽ കാശ് കിട്ടും. എന്നിട്ട് തരണ്ടേ? കാശില്ലെന്നാ പറയുന്നത്. ആലുവയിൽ ബസ് സ്റ്റാൻഡ് അവിടെയാണ് ട്രാൻസ്പോർട്ട്, അവിടെയാണ് ആലുവയിൽ ഓഫീസ്. എനിക്കറിയാനും പാടില്ല, ഞാൻ പോയിട്ടില്ല. അടിപൊളിയല്ലേ? പെൻഷനൊക്കെ കിട്ടിയോ? പെൻഷനൊക്കെ കിട്ടി. അപ്പോൾ ഹാപ്പിയാണോ? അതെ. ഇപ്പൊ 3200 കിട്ടി. 3200 കഴിഞ്ഞ മാസത്തില് തള്ളത്തോട്ടുന്നു. കഴിഞ്ഞ മാസത്തില് 1200 കിട്ടി, 1600 തന്നു.
അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ കിട്ടട്ടെ. അവർക്കും വേണ്ട കാര്യങ്ങളൊക്കെ ഇല്ലേ, എല്ലാം നമ്മുടെ കാര്യം തന്നെ നടത്തിയാൽ മതിയാ. ശരിയാണ്. അപ്പോൾ കുറ്റങ്ങളൊന്നും പറയാൻ എനിക്കൊരു കുറ്റമില്ലേ പറയാൻ. കുറ്റമില്ല എന്ന് പറയുന്നത് തന്നെ പ്രളയം വന്നു, കോവിഡ് വന്നു, ഇതൊന്നും പിണറായിയോ അല്ലെങ്കിൽ മോദി ഒന്നല്ല ഇറക്കിയത് ആണോ? അപ്പോൾ അതിൽ നഷ്ടങ്ങളും നാശങ്ങളും ഉള്ളത് മറ്റുള്ള ഭരണക്കാരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ശരിയാണ്.